നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. മൃതദേഹം പോലും ലഭിക്കാതിരുന്ന കേസ്, അതാണ് ഷാബാ ഷെരീഫ് കൊലക്കേസ്. എന്നാൽ ആ കേസിൽ 15 പ്രതികളെയും കണ്ടെത്തി അതിൽ 3 പേർ കുറ്റക്കാരാണെന്നും കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ കേസായിരുന്നു ഷാബാ ഷെരീഫ് കേസ്. മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കിയ കേരളത്തിലെ അപൂർവം കൊലക്കേസുകളിൽ ഒന്ന് എന്ന പ്രത്യേകതയും ഈ കേസിനുണ്ട്. അവശിഷ്ടം കണ്ടെത്താൻ കഴിയാത്തതിനാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ പിൻബലം ഈ കേസിനുണ്ടായിരുന്നില്ല. ഷാബാ ഷെരീഫ് വധക്കേസിൽ 3 പ്രതികൾ കുറ്റക്കാരാണെന്ന് മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തി. 1-ാം പ്രതി നിലമ്പൂർ മുക്കട്ട കൈപ്പഞ്ചേരി വീട്ടിൽ ഷൈബിൻ അഷ്റഫ്, 2-ാം പ്രതി വയനാട് സുൽത്താൻ ബത്തേരി കൈപ്പഞ്ചേരി സ്വദേശി പൊന്നാക്കാരൻ ഷിഹാബുദ്ദീൻ, 6-ാം പ്രതി മുക്കട്ട നടുത്തൊടി നിഷാദ് എന്നിവരെയാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. പ്രതികൾക്കുള്ള ശിക്ഷ നാളെ വിധിക്കും. മൃതദേഹം ലഭിക്കാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകൾ ഉപയോഗിച്ച് കൊലപാതകം തെളിയിച്ചെന്ന പ്രത്യേകതയുണ്ട്. 1-ാം പ്രതി ഷൈബിൻ്റെ വീട്ടിലെ കാറിൽ നിന്നും ലഭിച്ച മുടിയുടെ DNA പരിശോധനാ ഫലം ഇക്കാര്യത്തിൽ നിർണായകമായി. എന്തായിരുന്നു ഷാബാ ഷെരീഫ് വധക്കേസ്? ആരാണ് ഷാബാ ഷെരീഫ്? എന്തിനായിരുന്നു ഈ ക്രൂരമായ കൊലപാതകം? മൈസൂരുവിലെ ഒരു പാരമ്പര്യ വൈദ്യനായിരുന്നു ഷാബാ ഷെരീഫ്. ഷാബാ ഷെരീഫിനെ 1 കൊല്ലത്തോളം മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു കൊന്നുവെന്നതായിരുന്നു കേസ്. 2019 ഓഗസ്റ്റ് 1-നാണ് കേസിനാസ്പദമായ കൃത്യത്തിൻ്റെ തുടക്കം. ചികിത്സയ്ക്കെന്ന് പറഞ്ഞാണ് ഷാബാ ഷെരീഫിനെ 1-ാം പ്രതി ഷൈബിൻ അഷ്റഫും കൂട്ടാളിയും വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുന്നത്. എന്നാൽ മൂലക്കുരുവിനുള്ള ഒറ്റമൂലി രഹസ്യം ചോർത്തുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇതിനായി 1 വർഷത്തിൽ അധികമാണ് ഷൈബിൻ്റെ നിലമ്പൂർ മൂക്കാട്ടയിലെ വീട്ടിൽ ഇയാളെ തടവിൽ പാർപ്പിച്ചിരുന്നത്. രഹസ്യം വെളിപ്പെടുത്താതിരുന്നതോടെ ക്രൂര മർദ്ദനമായി. മർദ്ദനത്തിന് പിന്നാലെ 2020 ഒക്ടോബർ 8-ന് ഷാബാ ഷെരീഫ് കൊല്ലപ്പെട്ടു. പിന്നീട് പ്രതികൾ മൃതദേഹം കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കി. അതിനാൽ പോലീസിന് അവശിഷ്ടങ്ങൾ കണ്ടെത്താനായില്ല. മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കിയ കേരളത്തിലെ അപൂർവം കൊലക്കേസുകൾ ഒന്ന് എന്ന പ്രത്യേകതയും ഈ കേസിനുണ്ട്. അവശിഷ്ടം കണ്ടെത്താൻ കഴിയാത്തതിനാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ പിൻബലം ഈ കേസിലുണ്ടായിരുന്നില്ല. 2022 ഏപ്രിൽ 23-ന് ഏതാനും പേർ വീട്ടിൽ കയറി തന്നെ മർദ്ദിച്ചെന്ന ഷൈബിൻ അഷ്റഫിൻ്റെ പരാതിയാണ് ഷാബാ ഷെരീഫ് കൊലപാതക കേസ് പുറത്തു കൊണ്ടുവന്നത്. ഷാബാ ഷെരീഫ് കൊലക്കേസിലെ മുഖ്യപ്രതിയായ ഷൈബിൻ അഷ്റഫിൽ നിന്ന് വധഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് കേസിലെ 5 പ്രതികൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭീഷണി മുഴക്കുകയും ഷാബാ ഷെരീഫ് കൊലപാതകമടക്കമുള്ള ഷൈബിൻ്റെ കുറ്റകൃത്യങ്ങൾ വെളിപ്പെടുത്തുകയുമായിരുന്നു. ഈ സംഭവത്തിൽ നിന്നാണ് ക്രൂര കൊലപാതകത്തിൻ്റെ വിവരം പുറം ലോകമറിഞ്ഞത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞത്. നാട്ടുകാരോട് സൗമ്യനായി പെരുമാറിയിരുന്ന ഷൈബിൻ അഷ്റഫ് ചെയ്ത ക്രൂരതകൾ ഞെട്ടലോടെയാണ് മുക്കട്ടയിലെ ജനങ്ങൾ കേട്ടത്. ഒറ്റമൂലി മരുന്നുകളുടെ രഹസ്യം ചോർത്തി മരുന്നു വ്യാപാരം നടത്തി പണമുണ്ടാക്കുകയായിരുന്നു ഷൈബിൻ്റെ ലക്ഷ്യം. 1 വർഷം ചങ്ങലക്കിട്ട് പീഡിപ്പിച്ചിട്ടും വൈദ്യൻ മരുന്നിൻ്റെ രഹസ്യം പറയാൻ തയ്യാറായില്ല. ക്രൂര പീഡനത്തിനൊടുവിൽ ഷാബാ ഷെരീഫ് കൊല്ലപ്പെട്ടു. പിന്നീട് പ്രതികൾ മൃതദേഹം കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കി. അതിനാൽ പോലീസിന് അവശിഷ്ടങ്ങൾ കണ്ടെത്താനായില്ല. 1-ാം പ്രതി ഷൈബിൻ്റെ വീട്ടിലെ കാറിൽ നിന്ന് ലഭിച്ച ഷാബാ ഷെരീഫിൻ്റെ തലമുടിയുടെ DNA പരിശോധനാ ഫലമാണ് കേസിൽ നിർണായകമായത്. 7-ാം പ്രതിയായിരുന്ന സുൽത്താൻ ബത്തേരി കൈപ്പഞ്ചേരി തങ്ങളകത്ത് നൌഷാദ് എന്ന മോനുവിൻ്റെ സാക്ഷിമൊഴികളും പ്രോസിക്യൂഷന് പിടിവള്ളിയായി. ഇയാൾ പിന്നീട് മാപ്പുസാക്ഷിയാക്കപ്പെട്ടിരുന്നു. 2024 ഫെബ്രുവരിയിലാണ് കേസിൻ്റെ വിചാരണ തുടങ്ങിയത്. മൃതദേഹമോ മൃതദേഹ ഭാഗങ്ങളോ കണ്ടെത്താൻ കഴിയാത്ത കേസിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളാണ് നിർണായകമാകുന്നത്. ഷാബാ ഷെരീഫിൻ്റെ ഭാര്യ, മക്കൾ, പേരക്കുട്ടി, സഹോദരൻ എന്നിവരുൾപ്പെടെ കേസിൽ 80 സാക്ഷികളെ വിസ്തരിച്ചു. 15 പ്രതികളുള്ള കേസിൽ 1-ാം പ്രതി ഷൈബിൻ അഷ്റഫ്, 2-ാം പ്രതി ഷിഹാബുദ്ദീൻ, 6-ാം പ്രതി നിഷാദ് എന്നിവരെ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. 9 പേരെ കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. 14-ാം പ്രതി ഫാസിൽ വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ വർഷം മരണപ്പെട്ടു. 15-ാം പ്രതി നിലമ്പൂർ മൂക്കട്ട പഴയ പോസ്റ്റ് ഓഫീസിന് സമീപത്തെ ഷമീമിനെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. കേസിൽ ശനിയാഴ്ചയാണ് വിധി പറയുന്നത്. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ.